ഇൻസൈഡർ ട്രേഡിംഗ് ആൻഡ് അക്കൗണ്ടിംഗ് തട്ടിപ്പ്. സീബു റെയിൽവേയുടെ ഓഹരികൾ കുറഞ്ഞ വിലയ്ക്ക് വിറ്റ ശേഷം കമ്പനി പുനഃസംഘടിപ്പിക്കുമ്പോൾ ഓഹരി മൂല്യം കൂടുമെന്ന് അറിഞ്ഞതുകൊണ്ട് വീണ്ടും ഓഹരികൾ വാങ്ങിക്കൂട്ടി എന്നതാണ് കേസ്. ഇത് ഇൻസൈഡർ ട്രേഡിംഗ് ആയി കണക്കാക്കപ്പെട്ടു. കൂടാതെ കമ്പനിയുടെ സാമ്പത്തിക രേഖകളിൽ കൃത്രിമം കാണിച്ചെന്നും ആരോപണമുണ്ടായി. തകർച്ചയും ശിക്ഷയും. ഈ കേസിൽ യോഷിയാക്കി സുൽസുമി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. അദ്ദേഹത്തിന് തടവ് ശിക്ഷയും ലഭിച്ചു. ഇത് അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയെയും ബിസിനസ് സാമ്രാജ്യത്തെയും സാരമായി ബാധിച്ചു. സീബു ഗ്രൂപ്പിന് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടായി. പല ബിസിനസ്സുകളും വിൽക്കേണ്ടി വന്നു. യോഷിയാക്കി സുൽസുമിയുടെ ജീവിതം ഉയർച്ച താഴ്ചകൾ നിറഞ്ഞതായിരുന്നു. അദ്ദേഹം ഒരു വലിയ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തു എന്നത് സത്യമാണ്. പക്ഷേ വിവാദങ്ങളും അദ്ദേഹത്തെ പിന്തുടർന്നു. ഇന്ന് അദ്ദേഹം ബിസിനസ് രംഗത്ത് സജീവമല്ല. പ്രിൻസ് ഹോട്ടൽ ശൃംഖല ഇപ്പോഴും ജപ്പാനിലെ പ്രധാന ഹോട്ടൽ ഗ്രൂപ്പുകളിൽ ഒന്നാണ്. സീബു റെയിൽവേയും പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും പഴയ പ്രതാപം നഷ്ടപ്പെട്ടു.